വയനാട് വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത്, കാരണം വൈദ്യുതി ഇല്ലായിരുന്നു, മാത്രമല്ല ഇരുട്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. ഇപ്പോൾ പുലർച്ചെയാണ്, ഇനി അല്പസമയത്തിനകം ഹെലികോപ്റ്ററുകൾ പുറപ്പെടുമെന്ന് അറിയുന്നു. അതൊക്കെ ആശ്വാസ വാർത്ത തന്നെയാണ്. ഈ ബാധിക്കപ്പെട്ടവർ, കാണാതായവർ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മന്ത്രി കെ രാജൻ നേരത്തെ പറഞ്ഞത് അത് അവരവരുടെ ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മാത്രമല്ല, ഈ നേപ്പാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ കുഞ്ഞോം എന്നുള്ള സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടായതായി സംശയിക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ, അതാണ് നേരത്തെ പറഞ്ഞത്, വയനാട് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു സാഹചര്യം. ചൂരൽ മലയിൽ നിന്നും ഉണ്ടാക്കിയ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും ദുഷ്കരമായി തുടരുന്നതും. എന്താണ് പ്രജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? മന്ത്രി പറഞ്ഞതിൽ പ്രാഥമികമായി രണ്ട് കാര്യങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഒന്ന്, ഗതാഗത തടസ്സമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാലമടക്കം ഒലിച്ചു പോയ സാഹചര്യം, പലയിടത്തും ഗതാഗതക്കുരുക്കും മണ്ണിടിഞ്ഞുമൊക്കെ ഗതാഗതക്കുരുക്കും നേരിടുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് ഈ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ ഒരു തകർച്ച, ഒരു സംവിധാനം ഒരു കൃത്യമായി പ്രവർത്തിക്കാത്തതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അത്രയധികം ആളുകൾ ഈ പ്രദേശത്തൊക്കെ തിരിച്ചതുമായി ബന്ധപ്പെട്ട ഫോൺ സംവിധാനം പലയിടത്തും വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യമുണ്ട്, ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഒരു പക്ഷേ കൂടുതൽ ആളുകളെ കാണാതായിരിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ രീതിയിലുള്ളൊരു പ്രചാരണമൊക്കെ നവമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ കാണാതായിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മിസ്സിംഗ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്ന പല ആളുകളും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സുരക്ഷിതരായിരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടു, എത്ര പേർ കാണാതായി തുടങ്ങിയ വിവരങ്ങൾ സ്ഥിരീകരിക്കാതെ സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ സ്ഥിരീകരിക്കാൻ നൽകരുത് എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ പ്രാഥമികമായി പറയുന്നത്. അതുപോലെ തന്നെ അപകടത്തെ പറ്റിയുള്ള വിവരങ്ങളൊന്നും എന്താണ് സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് മാധ്യമങ്ങൾക്കുമടക്കം ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അതിനപ്പുറത്തേക്കുള്ള സംഖ്യകൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കണക്കുകൾ എന്നിവയെല്ലാം ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം ലഭ്യമാക്കണം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിലവിൽ NDRFന്റെ ഒരു ടീം നേരത്തെ തന്നെ വയനാട്ടിലുണ്ടായിരുന്നു, മറ്റൊരു ടീം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു സംഘത്തെ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് പോലെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തനത്തിനുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതായത് തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളെ ആളുകളേക്ക് വയനാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ 2 യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതും വിവരവും മന്ത്രി നൽകുന്നു. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ ഗതാഗത തടസ്സവും നേരിടുന്നു, യാത്രാ തടസ്സം എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഈ കൃത്യമായി അപകടമുണ്ടായ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 2 മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും റോഡ് മാർഗമാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, OR കേളു, കെ രാജൻ തുടങ്ങിയവർ അങ്ങോട്ടേക്ക് എത്തും. പക്ഷേ അത് എയർലിഫ്റ്റിങ്ങിൻ്റെ സാധ്യത പരിശോധിച്ചായിരിക്കും. അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതനുസരിച്ച് വയനാട്ടിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മന്ത്രി ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. ഇവിടെ നിന്നാണ് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ ഏകോപനം ഒക്കെ നിർവഹിക്കുന്നത്. എന്തായാലും ആളുകൾ അനാവശ്യമായി ഈ വയനാട്ടിലേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ വിവരമറിഞ്ഞ കിട്ടിയ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ട് പ്രാഥമികമായ രക്ഷാപ്രവർത്തനത്തൊക്കെ ആളുകൾ അവിടെ കൂടിയെത്തിയിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് ഒരു കാഴ്ചക്കാരായി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. കാരണം ഇവർ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ വാഹനങ്ങളൊക്കെ കാരണം, കിട്ടിയ വാഹനങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ പോകുന്നത്. അപ്പോൾ അവരുടെ വാഹനങ്ങൾ കാരണം അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനുള്ളൊരു പ്രതിസന്ധി, തടസ്സം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരിശീലനം കിട്ടിയ ആളുകളേക്ക് അങ്ങോട്ട് എത്തിക്കാനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും മന്ത്രിമാരടക്കം എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിച്ചാണ് വയനാട്ടിലേക്ക് തിരിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാർത്തകൾ, നവമാധ്യമങ്ങളടക്കം വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളേക്ക് അങ്ങോട്ട് എത്തിക്കും. നിലവിൽ 2 ഹെലികോപ്റ്ററുകളാണ്. ഒന്ന് സുളൂർ എയർബേസിൽ നിന്നുള്ള അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ, അതോടൊപ്പം തന്നെ സുളൂരിൽ നിന്നുള്ള MI-17 ഹെലികോപ്റ്ററുമാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരു പ്രാഥമികമായ പരിശോധനകൾ നടക്കുന്നത്. കൽപ്പറ്റയിലെ ഒരു സ്കൂളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്താൻ പ്രാദേശിക തലത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ കുറച്ചുകൂടി സമയം, കൃത്യമായി ലഭ്യമാക്കാൻ കുറച്ചുകൂടി സമയം വേണം. അതിനുള്ളിൽ ഈ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തിയിട്ട് ഒരു പ്രശ്നസാധനങ്ങൾ വിവരങ്ങളിലൊക്കെ ഒരു കൃത്യത കൊണ്ടുവരാമെന്ന് മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിലുള്ള മഴയ്ക്ക് കുറയാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നോടെ മഴയ്ക്കൊരു ശമനം ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഈ ഘട്ടത്തിൽ മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അപകട സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് പൊതുവയിൽ
2018-ലും 19-ലും ഒക്കെ ഉണ്ടായതുപോലെ പലയിടത്തും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സോയിൽ പെപ്പിംഗ് അടക്കമുള്ള പ്രതിഭാസങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നപ്പോൾ ഈ സാഹചര്യത്തിൽ ജാഗ്രത ഉണ്ടാക്കണം. അനാവശ്യമായ ആളുകൾ അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് പോകരുത് എന്നുള്ള കാര്യങ്ങൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മരണമെന്നോ അല്ലെങ്കിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഇനിയും മണിക്കൂറുകൾ എടുക്കും. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ദുരന്തമായി ഇത്തവണത്തെ ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ തുടർച്ചയായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ മാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ലക്ഷ്മി, അതെ, ഒരു മഹാപ്രളയം അതിനുശേഷം മറ്റൊരു പ്രളയം കൂടി കണ്ട് അതിനെ അതിജീവിച്ച കേരളമാണ്. ഇപ്പോൾ പ്രജിത്ത് പറഞ്ഞതുപോലെയാണ്, മന്ത്രി പറയുന്നുണ്ട് വടക്കൻ കേരളത്തിൽ മഴ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ദുരന്തം അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്, അല്ലേ ദേവിക? അതുമാത്രമല്ല 5ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നൊരു സൂചന കൂടി പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഇനിയും മരണനിരക്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായ കണക്കുകൾ മാത്രമേ പുറത്ത് വിടാവൂ എന്ന് അധികൃതർ പോലും പറഞ്ഞു വെക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇതിൽ തെറ്റിദ്ധാരണകൾ പടരാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഭയം ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവരും വളരെ സുരക്ഷിതരായി അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുക എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്.